നമസ്കാരം. ടെഡൻസിയുടെ ഈ കഴിഞ്ഞ എംപ്രസ് കേരളയിലെ വിന്നേഴ്സാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാരണം നാളുകളിൽ മലയാള സിനിമയിൽ അതുപോലെ തന്നെ മോഡലിംഗ് രംഗത്തൊക്കെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളായി മാറേണ്ട മിടുക്കികളാണ് നമ്മളൊപ്പം ഉള്ളത്. അവരെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഹായ്, ഞാൻ ഡോക്ടർ ഷബാന. കറൻ്റ്ലി ഞാനിപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുവാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ മലപ്പുറത്താണ്. എംപ്രസ് കേരള സീസൺ 2 മിസ്സസ് കാറ്റഗറി ടൈറ്റിൽ വിന്നറാണ്. നമസ്കാരം, ഞാൻ മെഹക്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ എംപ്രസ് കേരള സീസൺ 2 സീനിയർ ക്വീൻ കാറ്റഗറിയിലത്തെ ടൈറ്റിൽ വിന്നറാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഇന്ദുജ എസ് കുമാർ. തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു MBBS ഡോക്ടറാണ്. കറൻ്റ്ലി SK ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം കാർഡിയോളജി ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുവാണ്. എംപ്രസ് കേരള സീസൺ 2 മിസ് കാറ്റഗറി ടൈറ്റിൽ വിന്നറാണ്. ഹായ്, ഞാൻ വിഷ്ണുവത്സൻ, പലൻസ കമ്പനിയുടെ ഡയറക്ടറാണ്. നമ്മുടെ സീസൺ 2 ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. ഇന്നലെ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു IMA ഹൗസിൽ. നമ്മുടെ വിന്നേഴ്സുകൾ 3 ടൈറ്റിൽ വിന്നേഴ്സിനാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന്. ഇന്ദുജ, ഇത് എത്രാമത്തെ പേജൻ്റ് ആയിരുന്നു? ഇത് എൻ്റെ രണ്ടാമത്തെ പേജൻ്റാണ് സർ. സെക്കൻഡ് പേജൻ്റാണ്. എത്ര ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്? എനിക്ക് ഫസ്റ്റ് പേജൻറ്റിലും ഞാൻ ടൈറ്റിൽ വിന്നർ ആയിരുന്നു മിസ് ട്രാവൻകൂർ 2025. ദാറ്റ് വാസ് ഇൻ ലാസ്റ്റ് മന്ത് നവംബർ 22. എക്സാക്ട്ലി. രണ്ട് ഷോയിൽ ടൈറ്റിൽ വിന്നർ. യെസ്, ലൈക്ക് ഇതിൻ്റെ സെക്കൻഡ് ഷോയാണ് ടൈറ്റിൽ വിന്നർ ആയി. രണ്ട് ഷോകൾ ടൈറ്റിൽ വിന്നറാണ്. ഓക്കെ, നെക്സ്റ്റ്. എൻ്റെ മോഡലിംഗ് കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് I was 4. ഓക്കെ. 4 വയസ്സിൽ. 4 വയസ്സിൽ. അപ്പം എൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ക്വീൻ, ലിറ്റിൽ ക്വീൻ ആൻഡ് സോ ഓൺ. പിന്നെ ജൂനിയർ മിസ് സ്റ്റാർ ലേഡി ഓഫ് സൗത്ത് ഇന്ത്യ. പിന്നെ ദ റീസൺ വൺ ഐ ഗോട്ട് ഇസ് എംപ്രസ് കേരള സീസൺ 2 സീനിയർ ക്വീൻ കാറ്റഗറി വിന്നർ. ഇത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് പേജൻറ്റ് ഷോസ് ആണ്. അതെ. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ പേജൻറ്റ് ഷോയിലോട്ട് ഇറങ്ങുന്നത്. അതിനു മുമ്പ് ഞാനങ്ങനെ പേജൻറ്റ് ഷോസ് ചെയ്തിട്ടില്ല. ഒരു ഡിസൈനർ ഷോ കേസ് മാത്രം ചെയ്തിട്ടുള്ളൂ. എൻ്റെ കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആയപ്പോഴാണ് എനിക്ക് ഈ മോഡലിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. അപ്പോഴാണിത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇവരിൽ 2 പേര് ഡോക്ടർമാരാണ്. അപ്പം പ്രേക്ഷകർക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും, ഒരു ഡോക്ടർമാർ എങ്ങനെ ഈ ഒരു മോഡലിംഗ് രംഗത്തേക്ക് എത്തിയെന്നുള്ളത്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ അതിൻ്റെ ഒരു കാര്യങ്ങൾ കൂടി ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വളരെ നമുക്ക് ആകാംക്ഷയുണ്ടാവും, ഒരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ തിരക്ക് പിടിച്ച ഒരു ജോലി, അതുപോലെ പഠിക്കാനാണെങ്കിൽ അതിനത്രയും പഠിക്കാനും ഉണ്ടാവും. ഈ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇത്തരത്തിൽ മോഡലിംഗ് മേഖലയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിൽ വിന്നേഴ്സ് ആവാൻ സാധിക്കുന്നു? സാർ ഇപ്പോൾ ചോദിച്ച പോലെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇപ്പം എൻ്റെ ബാച്ചിലുള്ള ആൾക്കാരാണെങ്കിലും എൻ്റെ വർക്കേഴ്സ് ആണെങ്കിലും നിനക്കിതിന് എവിടുന്ന് സമയം കിട്ടുന്നു എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂവിന് വരുന്നത്. ഇന്നലെയും അതെ. അപ്പം അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഫഷനാണ്, ഇതെൻ്റെ പാഷനാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ആവുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് എക്സ്ക്യൂസ് പറയാനാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് എക്സ്ക്യൂസ് പറയാനുണ്ട്. ആ എക്സ്ക്യൂസസ് ഒക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. ഞാൻ MBBS ഡോക്ടറാണ്. വർക്ക് ചെയ്യുന്ന കാർഡിയോളജി ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. എല്ലാവരും പറയും എന്തിനാണ് ഡോക്ടേഴ്സിന് ഇങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടുന്നു, അവരെങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വരുന്നതെന്ന്. പക്ഷേ ബ്യൂട്ടി വിത്ത് പേർപ്പസ്, അതാണ് പേജൻസിൻ്റെ ഒരു ലക്ഷ്യം. അപ്പം എങ്ങനെയാണെങ്കിലും നമുക്ക് സൊസൈറ്റിയിൽ എങ്ങനെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പേജൻറ്റ് ഷോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സമയം എന്നുള്ളത് എല്ലാവർക്കും ഒരേ സമയമാണ്. പക്ഷെ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. മെഡിസിൻ എൻ്റെ പ്രൊഫഷനാണ്. മോഡലിംഗ് ആൻഡ് പേജൻട്രി ഇസ് മൈ പാഷൻ. സോ ഐ ക്യാൻ ഇത് രണ്ടും ബാലൻസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് പേരെ എനിക്ക് ഇതിലൂടെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ യങ് ജനറേഷൻ. ബോഡി പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ബ്യൂട്ടി പേജൻസിന് സാധിക്കും. കാര്യം ബ്യൂട്ടി നോംസ് ഡിറ്റക്ട് ചെയ്യുന്നത് പലപ്പോഴും പേജൻറ്റ് ഷോസ് ആണ്. അപ്പോൾ മെഡിസിൻ്റെ ക്രെഡിബിലിറ്റിയോട് കൂടി തന്നെ ഇങ്ങനത്തെ വേദികളിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. ദാറ്റ് ക്രിയേറ്റ്സ് ആൻ ഇമ്പാക്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ
പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സ്റ്റഡീസും ഇങ്ങനെ മോഡലിംഗ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? പഠിത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇത് എൻ്റെ പാഷനാണ്. സോ as I need both of them in my life, I can definitely handle this by making a daily schedule, അങ്ങനത്തെ ടു ഡു ലിസ്റ്റ് ഒക്കെ. സോ ഞാൻ എന്നും ഇങ്ങനെ എഴുതി വെക്കും ഈ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നെന്നൊക്കെ. ഇറ്റ്സ് ആക്ച്വലി റിയലി ഈസി ഇഫ് യു ആർ ആക്ച്വലി ഡെഡിക്കേറ്റഡ് ടു യുവർ പാഷൻ ആൻഡ് ടു യുവർ സ്റ്റഡീസ് ആസ് വെൽ. സോ ഞാൻ എന്നും അങ്ങനെ എഴുതി വെച്ചിട്ട് എൻ്റെ സമയം പോലെ ഞാൻ എന്നും ചെയ്യാറുണ്ട്. ഇതിപ്പോൾ പഠിപ്പാണെങ്കിൽ അതിനുള്ള 1 മണിക്കൂർ അരമണിക്കൂർ മാറ്റി വയ്ക്കും. എക്സാം ആണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഫോക്കസ് ഓൺ ദാറ്റ്. പിന്നെ ഈ പെജൻറ്റ് ഷോസിലൊക്കെ ആണെങ്കിൽ 1 മാസം ഞാൻ ഇങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കും. എല്ലാത്തിനും നമ്മളിങ്ങനെ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. സോ അതേപോലെ തന്നെ ഞാൻ ടൈമൊക്കെ വെച്ചിട്ട് എല്ലാം കാമായിട്ടിരുന്നിട്ട് ചെയ്യാറുണ്ട്. മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ റോൾ മോഡലിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഉത്തരമാണ് മോള് നൽകിയത്. ഇത് പ്രേക്ഷകർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആരാണ് മോളുടെ റോൾ മോഡൽ? എന്താണ് മോള് അങ്ങനെ ഒരു റോൾ മോഡൽ സെലക്ട് ചെയ്യാനുള്ള കാരണം? ഡെഫിനറ്റ്ലി കോമൺ ആൻസർ ആയിരിക്കും. പക്ഷേ ഐ മസ്റ്റ് സേ ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ ബട്ട് ടു ചൂസ് എൻ്റെ അമ്മ തന്നെയാണത്. കാരണം അത് വേറെ ആരും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ ജന്മം കാരണമായിട്ടുള്ള ഒരാളായിരിക്കില്ല നമ്മുടെ എല്ലാം വിജയത്തിൻ്റെ ഒരു കാരണം. സോ എൻ്റെ അമ്മ എന്തുകൊണ്ടാണ് റോൾ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീ ഹാസ് ടോട്ട് മീ എവ്രിതിങ്. ഹൗ പെജൻറ്റ് ഷോസ് എൻ്റെ ആദ്യത്തെ പെജൻറ്റിലൊക്കെ എൻ്റെ അമ്മ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ആൻസർ ചെയ്യണം അതെല്ലാം പറഞ്ഞത് എൻ്റെ അമ്മ തന്നെയാണ്. സോ ഈ വേദിയിലൊക്കെ വന്ന് നിൽക്കാനുള്ള ഒരു കാരണം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ അമ്മ തന്നെയാണ്. റോൾ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീ ടോട്ട് മീ ഷീ ടോട്ട് മീ റിയൽ മാനർ, true confidence, and that I should put my 100% in whatever I do, then the universe is definitely mine. അമ്മ എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഐ മസ്റ്റ് സേ. ഞാൻ ഐ ഡോണ്ട് ഹാവ് എനി അതർ ബെസ്റ്റ് ഫ്രണ്ട് ദാൻ ഹർ. ഐ ഹാവ് ചോസൻ ഹർ ആസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഐ ഹാവ് ചോസൻ ഹർ ആസ് മൈ റോൾ മോഡൽ. എൻ്റെ എല്ലാമാണ് എൻ്റെ അമ്മ. സോ that's why she's my role model. She have taught me she have only encouraged me to do good deeds to the world and to make society a better place in my future. അത് കുട്ടികളൊക്കെ ശരിക്ക് മാതൃകയാക്കാവുന്ന അല്ലെ മാതൃകയാക്കേണ്ട വാക്കുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ ആ ഒരു റോൾ മോഡൽ ആണെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും. അതുപോലെ ഇപ്പോൾ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് പറയുമ്പോൾ അതിൽ ഈ ബ്യൂട്ടിക്ക് അപ്പുറത്തേക്ക് നമ്മളെ മറ്റ് പല കഴിവുകളും അവിടെ അളക്കപ്പെടുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയാണ്? എന്താണ് ഇതിൻ്റെ ഒരു രീതികൾ? നമ്മൾ എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവേണ്ടത്? ഇപ്പോൾ പലർക്കും ഇതിൽ താല്പര്യം ഉണ്ടാവും, പക്ഷേ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അവർക്കറിയില്ല. ഇപ്പോൾ നിങ്ങളെപ്പോലെ ഇതിൽ വിൻ ചെയ്ത ഒരാൾ പറയുമ്പോൾ അവർക്ക് കൂടുതൽ അത് ഉൾക്കൊള്ളാൻ കഴിയും. എങ്ങനെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി പേജൻസ് എന്ന് പറയുമ്പം എല്ലാവരും വിശ്വസിക്കുന്നത് കാണാൻ ഒരുപാട് ഭംഗി, ഞാൻ ഉദ്ദേശിച്ച ഔട്ടർ ബ്യൂട്ടിയുടെ കാര്യമാണ്. നല്ല ഭംഗി വേണം, നല്ല ഫിഗർ വേണം. പക്ഷെ അതിലൊക്കെ ഉപരി ബ്യൂട്ടി പേജൻസ് അതൊരു തെറ്റിദ്ധാരണയാണ് പലർക്കും. മേ ബി അവർക്ക് അവരുടേതായിട്ടുള്ള ബോഡിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, അവരുടെ ലുക്കിലൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ എനിക്ക് ആ പേജൻ്റ് എനിക്ക് ഒരിക്കലും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ അടുത്ത് അങ്ങനെ നേരിട്ട് പറഞ്ഞ പിള്ളേരൊക്കെ ഉണ്ട്, എനിക്ക് പറ്റുമോ, എൻ്റെ ഈ ഫേസിന് പറ്റുമോ എന്നൊക്കെ ചോദിച്ച പിള്ളേരുണ്ട്. പക്ഷേ അവരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ബ്യൂട്ടി പേജൻസ് നമ്മുടെ ഔട്ടർ ബ്യൂട്ടിയെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ടൈറ്റിലിരുന്ന ഒരു അല്ലെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഷോ അല്ല. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നർ ബ്യൂട്ടി, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ പാഷൻ, നമ്മൾ ആളുകളോട് എങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മളൊരു സിറ്റുവേഷൻ തരുമ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യുന്നു, നമ്മുടെ ടൈമുകൾ നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇതിനോട് നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നു, ഹാർഡ് വർക്ക്, നമ്മുടെ എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് അതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബ്യൂട്ടി പേജൻസിൻ്റെ ഏറ്റവും വലിയ ഒരു സൊസൈറ്റിയുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് വേണമെങ്കിൽ തകർക്കുന്ന രീതിയിലുള്ള
ഷോസാണ് ബ്യൂട്ടി പേജൻസ് എന്ന് പറയുന്നത്. പലരും പ്രായമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മിസ് യൂണിവേഴ്സിനെയോ മിസ്സസ് കേരളയോ ഒക്കെ കാണുമ്പോൾ ഇവരാണോ ഇവരെന്തിനാക്കി, പക്ഷെ അവർക്കറിയില്ല ബ്യൂട്ടി അല്ല ഇതിൻ്റെ ഇതെന്ന്. അപ്പോൾ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ആൻഡ് യു ക്യാൻ ഫേസ് എ സൊസൈറ്റി, ജസ്റ്റ് കം. ടൈറ്റിൽ കിട്ടുന്ന ഒന്നുമല്ല, അവിടെ നമ്മൾ ആ സ്റ്റേജിൽ നിൽക്കുക, ഇത്രയും ആൾക്കാരെ ഫേസ് ചെയ്തിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ആൻസർ പറയുന്നു, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഇന്ന ആളാണ്, എൻ്റെ പാഷൻ ഇതാണ്, ഇത് നമ്മൾ പറയുമ്പം ഇറ്റ് ഈസ് ലൈക്ക് ഓക്കെ, ഞാൻ ഇത്രയും ഒരു വലിയ വേൾഡിനുള്ളിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അതെല്ലാവർക്കും പറ്റില്ല. നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെയുള്ള പേജൻ ഷോസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മളിതിലേക്ക് ഒരു ഷോയിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആദ്യ ഘട്ടത്തിൽ ഒരു സാധാരണ ഒരു കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ? പേജൻ ഷോസ് എന്ന് പറയുന്നത് ബ്യൂട്ടി വിത്ത് പേർപ്പസ്, ഐ ടോൾഡ് യു. അപ്പോൾ കോൺഫിഡൻസ് ആണ് അവിടെ നോക്കുന്നത്. അതായത് നിങ്ങളുടെ ഔട്ടർ ബ്യൂട്ടി മാത്രമല്ല, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ഹൗ യു ക്യാരി യുവർ സെൽഫ് ഫോർ എ സ്റ്റേജ്. എങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, നിങ്ങളുടെ ടാലൻസ് എന്തൊക്കെയാണ്, ഹൗ യു ബിഹേവ് വിത്ത് അതേഴ്സ്, വാട്ട് ഈസ് യുവർ പേഴ്സണാലിറ്റി, വാട്ട് ആർ യു ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി. അതാണ് പേജൻ ഷോസിന് അറിയാനുള്ളത്. അപ്പോൾ ആസ് എ പ്രിപ്പറേഷൻ ഡെഫിനറ്റ്ലി ഒരു ബ്യൂട്ടി എന്നുള്ളതിനെ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയണം. നമ്മുടെ ഫിസിക്കലി മെൻ്റലി നമ്മൾ ഹെൽത്തി ആവാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇസ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്സും ഉള്ള ഒരു ഷോസാണ് പേജൻ ഷോസ് എന്ന് പറയുന്നത്. ദാറ്റ് ആക്ച്വലി ചെക്സ് യുവർ ഇൻ്റലിജൻസ് ആൻഡ് നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡും അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ കുറച്ചുകൂടി നന്നായിട്ട് നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ, കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടൊക്കെ നല്ലവണ്ണം അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കാര്യം ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് അറിഞ്ഞാലേ ലോകത്തിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ പറ്റുള്ളൂ എന്ന് അറിയുള്ളൂ. ബിക്കോസ് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ഷുഡ് ബി ലൈക്ക് നന്നായിട്ട് വായിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താണ് സൊസൈറ്റിയുടെ പ്രശ്നം, അതിൽ എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് നല്ലൊരു അവബോധം ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യാൻ കഴിയണം. കാര്യം ആസ് എ പേഴ്സൺ നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്താണ് നിങ്ങളുടെ വീക്ക്നെസ്, ഒരു സെൽഫ് അവെയർ ആയിട്ടുള്ള ഒരു പേഴ്സണ് മാത്രമേ ഒരു പേജൻ ഷോയിൽ നിന്ന് സംസാരിക്കാൻ കഴിയുള്ളൂ. ബിക്കോസ് ദാറ്റ് സ്റ്റേജ് ടെസ്റ്റ് യു കംപ്ലീറ്റ്ലി, എല്ലാ അർത്ഥത്തിലും നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ്? നെക്സ്റ്റ് ഷോ എന്താണ് ഉദ്ദേശിക്കുന്നത്? നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസുകൾ എന്തൊക്കെയാണ്? ഞാൻ ഡോക്ടറാണ് ബൈ പ്രൊഫഷൻ. അപ്പോൾ എനിക്ക് ആ ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് അതിനോടൊപ്പം തന്നെ പേജൻ ഷോസ് ഇനിയും ചെയ്യണം എന്നാണ്. നല്ല നല്ല ഷോസ്, മിസ് ഗ്രാൻഡ് കേരള, മിസ് കേരളം അങ്ങനെയുള്ള ഷോസിലോട്ട് പോകണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ അതാണ് പേജൻസിൻ്റെ സൈഡിൽ എൻ്റെ ലക്ഷ്യം. ആൻഡ് ഐ എം എ ഡാൻസർ. സോ അതിൽ ആ ഫീൽഡിൽ ഇപ്പം റൈറ്റ് നൗ ഐ എം പെർസ്യൂയിങ് കുച്ചിപ്പുടി. അപ്പോൾ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഗോൾസ് ആണ് ലൈഫിലുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു മിസ് യൂണിവേഴ്സ് ആവാനുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇതെല്ലാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഐ ബിലീവ് ഐ എം ഡെഡിക്കേറ്റഡ് ആൻഡ് കോൺഫിഡൻറ്റ്. സോ ഞാൻ എൻ്റെ കൂടെ ഒപ്പം തന്നെ ഒരു സോഷ്യൽ വർക്കർ ആവാനും കൂടിയാണ് ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മ എപ്പോഴും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്നും എൻ്റെ അടുത്ത് ഇങ്ങനെ എന്നിങ്ങനെ പറയാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നോട്ട് ഓൺലി ബിക്കോസ് ഷി ഹാവ് ടോൾഡ് മീ, ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് ദ സൊസൈറ്റി നീഡ്സ് ടു ബി ഇംപ്രൂവ്ഡ്. സോ അത് അനുസരിച്ചിട്ട് ഞാൻ അങ്ങനെ സോഷ്യൽ വർക്കർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടു ദ ഡിസേർവിങ് പീപ്പിൾ നമ്മൾ സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ കൊടുത്തിട്ട് അവരെ ലൈം ലൈറ്റിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ അവരെ വിത്ത് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കംപ്ലീറ്റ് കോൺഫിഡൻസ് ഒക്കെ അവരെ ആ സന്തോഷം അവരുടെ പുഞ്ചിരി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇറ്റ്സ് ഇനഫ് ഫോർ മീ ടു മേക്ക് അപ്പ് എ ഡേ. സോ ഒരു മിസ് യൂണിവേഴ്സും പിന്നെ ഒരു സോഷ്യൽ വർക്കർ ആവാനാണ് നമ്മുടെ ഇത്. ഞാൻ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ അതെന്തായാലും എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, അതിൽ PG ചെയ്യണം. ഞാനിപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് അതിൽ PG ചെയ്തിട്ട് അതിൻ്റെ ഫർദർ കാര്യങ്ങളിലോട്ട് പോകണം. പിന്നെ പേജൻ ഷോസ് ആൻഡ് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് പേജൻ ഷോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആൻഡ് ഡിസൈനർ ഷോ കേസുകൾ, അങ്ങനെ ഒരുപാട് ഇതിൽ എന്തൊക്കെ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ഈ മിടുക്കികൾ അല്ലെങ്കിൽ ഭാവിയിലെ താരങ്ങൾ ഇവർ നൽകിയത്.
ഫാഷൻ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു സ്റ്റഡി ക്ലാസ് തന്നെ ഇവർ നൽകിയിട്ടുണ്ട്. ഇവർ ഭാവിയിൽ നമ്മളൊക്കെ അറിയപ്പെടുന്ന താരങ്ങളാവട്ടെ, അല്ലെങ്കിൽ അറിയപ്പെടുന്ന മോഡലുകളാവട്ടെ, അതിനൊക്കെ ഉപരി നല്ല മനുഷ്യസ്നേഹികളായ നല്ല വ്യക്തിത്വങ്ങളായി മാറട്ടെ. സമൂഹത്തിൽ മാതൃക സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.